ബ്രോ ആനയുണ്ടോ അവിടെ എവിടെയെങ്കിലും? അതെയോ, ആ സൈഡിലല്ലേ? പഴയ ഒരു തൂക്കുപാലാണ് കേട്ടോ, വലിയൊരു ബലമൊന്നുമില്ല. ഏട്ടാ ആന എവിടെയെങ്കിലും ഉണ്ടോ? അതെയോ, അങ്ങനെ പോവാ അങ്ങോട്ട്. സ്റ്റേറ്റിൽ നിന്ന് ആന ഇറങ്ങി വന്നിട്ടുള്ള ഭാഗം കേട്ടോ അത്. അവിടെ നിന്ന് അങ്ങനെ ആന വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു അരുവിയുടെ ഭാഗത്തേക്ക് വന്ന പാടുകളാണ്. നമസ്കാരം എല്ലാവർക്കും. തൃശ്ശൂരിൻ്റെ ആനഗ്രാമമായിട്ടുള്ള ചൊക്കനയിലേക്ക് പോവാണ് കേട്ടോ. പാലപ്പള്ളിയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള ആ ഒരു റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിറയെ റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ, ഫുൾ റബ്ബർ എസ്റ്റേറ്റുകളാണ്. ആനയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് ചൊക്കനയിലേക്ക്. ഇവിടെ എപ്പോഴും ആന ഉണ്ടാകുന്നൊരു സമയമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് റബ്ബർ എസ്റ്റേറ്റിലേക്ക് ഇലയൊക്കെ പൊഴിഞ്ഞുകൊണ്ട് ആനകൾക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുള്ള് പുഴവക്കത്തും അതുപോലെ തണലുള്ള സ്ഥലത്താണ് ആനകൾ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ആനയെ കണ്ടിട്ട് വരാം. ഈ പാലം 1921 ഏപ്രിലിൽ ബ്രിട്ടീഷുകാർ പണിതൊരു പാലമാണ് കേട്ടോ. ചെറിയൊരു പാലമാണ് അന്ന് പണിതുകൊണ്ട് തന്നെ. ഒരു വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയേ ഉള്ളൂ, ഒരു ലോറിക്കൊക്കെ പോകാൻ പറ്റുന്ന, ഒരു ബസ് ലോറിക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയായിരിക്കും. അപ്പോൾ ആ ബസ് വരുന്നൊക്കെ ഒരു മാരക വ്യൂ ആട്ടത്. നമ്മളിങ്ങനെ ചൊക്കനയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു തൂക്കുപാലം കണ്ടു കേട്ടോ. ഈ ചൊക്കനയിൽ ഇങ്ങനെ പല സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ തൂക്കുപാലങ്ങൾ കാണാൻ പറ്റും. പണ്ട് കാലത്ത് എപ്പോഴും നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലങ്ങളാണ് കേട്ടോ. അത്ര വലിയ തൂക്കുപാലങ്ങളൊന്നുമല്ല, ചെറിയ കട്ടി കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ തൂക്കുപാലങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അരുവിയുണ്ട്, അതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഈ തൂക്കുപാലം. ചൊക്കനയിലേക്ക് പോകുമ്പോൾ നമുക്ക് നിറയെ ഒരുപാട് തൂക്കുപാലങ്ങൾ കാണാൻ പറ്റും. പഴയൊരു തൂക്കുപാലാണ് കേട്ടോ, വലിയൊരു ബലമൊന്നുമില്ല. ഇവർ ഷീറ്റൊക്കെ അടിച്ച് പരത്തിയിട്ടൊക്കെയാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ദ്രവിച്ചു പോയ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഈ ജിയുടെ ഷീറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ളൊരു ബംഗ്ലാവോ കോട്ടേജ് എന്താണുള്ളത്, അവിടെയും അതുപോലെ വരുന്നുണ്ട്. ഈ വരുന്നവർക്കൊക്കെ കൂടുതലും ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ മുപ്പിളി എസ്റ്റേറ്റ് ഹോസ്പിറ്റലാണ് ഇത്. ഉള്ള ഓട് കഴിഞ്ഞിട്ട് പണ്ടത്തെ ഒരു നിർമ്മിതി. അങ്ങനെ ആനയുടെ ആഴ്ച സൂചനകൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ ആന ഉണ്ടാകും, നമുക്ക് എന്തായാലും ആന പോയി. ഡേഞ്ചറസ് സൈഡ് ബ്രോ ആനയുണ്ടോ അവിടെ എവിടെയെങ്കിലും? അതെയോ, ആ സൈഡിലല്ലേ? ഏട്ടാ ആന എവിടെയെങ്കിലും ഉണ്ടോ? അതെയോ, അങ്ങനെ പോവാ അങ്ങോട്ട് ലെഫ്റ്റ് വീക്കില്ലേ?
റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ എസ്റ്റേറ്റുകളിലേക്കുള്ള വഴികൾ കാണാം. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനനെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറാവൂ. ടോപ്പിലെത്തി കേട്ടോ. നമ്മൾ വന്ന സ്ഥലത്തൊരു വലിയൊരു കോൺക്രീറ്റിൻ്റെ മാർക്കിംഗ് ഉണ്ട്. അതിർത്തിയുടെ ടെറിട്ടറി മാർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. എസ്റ്റേറ്റിൻ്റെ ഒക്കെ ടെറിട്ടറി മാർക്കിംഗ് ആയിരിക്കും. ഇവിടെ എവിടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നതിൻ്റെ സൗണ്ടൊന്നും. എസ്റ്റേറ്റിൽ നിന്ന് ആന ഇറങ്ങി വന്നിട്ടുള്ള ഭാഗമായിട്ടത്. അവിടെ നിന്ന് അങ്ങനെ ആന വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു അരുവിയുടെ ഭാഗത്തേക്ക് വന്ന പാടുകളാണ്. അവിടെ ഒരു ചായക്കടയിലാടും. ഇവിടെ ഒരു കോളനിയുണ്ട്. ആ കോളനിയുടെ ഭാഗത്ത് ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുള്ളത്. പോയി നോക്കാം. ഇവിടെയുള്ള റബ്ബർ എസ്റ്റേറ്റിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു കോളനിയിൽ താമസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ട്രൈബൽ ആയിട്ടുള്ള ആളുകളും താമസിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊന്നും ഫെൻസിങ് ഒന്നുമില്ല, കാരണം അത് റബ്ബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട്. ഇവിടെ കൂടുതലും ഹാരിസൺ മലയാളത്തിൻ്റെ ഒക്കെ പ്രൈവറ്റ് എസ്റ്റേറ്റുകളൊക്കെയാണ്. പക്ഷേ ഈ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ അപ്പുറത്തുള്ള കാടെന്നാണ് ആന ഈ ഒരു റബ്ബർ എസ്റ്റേറ്റിലൂടെ ഈ ബാധ്യതകൾ വരുന്നത്. ഹെൽമെറ്റ് തലമ വെച്ചോ, വെച്ചോ, അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഹെൽമെറ്റ് കയറി പോയിട്ടുണ്ട്. പോയോ കേട്ടോ? ഇല്ല, അവിടെ ഇല്ല. ഇല്ലല്ലോ, ഞങ്ങൾ അറ്റം വരെ പോയി നോക്കി. പുഴയിലോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ, അല്ല ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് കോളനിന്റെ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു വരിക. അങ്ങോട്ട് പോയി. ആന ഈ കാട്ടിലൊക്കെ ആനയുണ്ട് എപ്പോഴും. വൈകുന്നേരം ആകുമ്പോ നിറച്ച ആന ഇവിടെ പോണോ. എനിക്ക് ചിലപ്പോ കാണൂല്ലേ? ഇനി കാണാൻ ചാൻസ് കുറവാ. അതെയാ? അതായത് ഈ ടൈമിലുണ്ടാകുക ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോകുമ്പോ അവിടെ ഒരു ആന നിൽക്കുന്ന സ്ഥലമുണ്ട്. അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മള് പറഞ്ഞിട്ടിട്ട് പിന്നെ പോയിട്ട് മിക്ക സമയങ്ങളിലും അവിടെ ഈ ടൈമിൽ ആന ഉണ്ടാകാറുണ്ട്. ഇവിടെ ആനയുടെ ശല്യം തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് പണിയോടത്തൊക്കെ തീരെ ആനയാണ്. ആന ആൾക്കാരെ ആക്രമിക്കുകയൊക്കെ ചെയ്യണ്ടോ? ആന അങ്ങനെ കുഴപ്പക്കാരില്ല ഇവിടെ. പിന്നെ മുന്നിലൊക്കെ വന്ന് പെട്ട ചിലപ്പോ ഒന്ന് ഓടിക്കുന്നല്ലാണ്ട് വേറെ പ്രശ്നക്കാരൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നു കാരണം 1-2 പേരൊക്കെ കൊന്നതാ. ആനശല്യം വളരെ കൂടിയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ഒരു ചൊക്കന. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നട്ടുപിടിപ്പിച്ചാലും ആന അതൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അളവിലുള്ള ആളുകൾ മാത്രമേ തന്നെ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ, അതായത് പാലപ്പള്ളിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വരുന്ന റൂട്ടിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ചൊക്കനേൻ്റെ മറുഭാഗത്ത് ഷോളയാർ ഫോറസ്റ്റൊക്കെയാണ്. ആ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വന്യമൃഗങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു കാടും അതുപോലെ എസ്റ്റേറ്റുകളും തുടങ്ങുന്ന ഭാഗത്ത് ഒരു വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ഈ ഒരു വന്യമൃഗങ്ങളുടെ ഈ ഒരു ട്രാഫിക് കുറയ്ക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഒരു ആവശ്യമാണ്. എപ്പോൾ വേണമെങ്കിലും റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് റോഡിലൂടെ ആനകൾ ക്രോസ് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. വൈകുന്നേരം ഒരു ലൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ തിരിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.